നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രപ്രകാരം ജീവിതത്തിലെ നിരവധി മാറ്റങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ സമയാനുസരണം വിവിധ രാജ്യോഗങ്ങൾ രൂപം കൊള്ളുകയും അവ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനവും ചെലുത്തുന്നുണ്ട്. ശുക്ര ശനി നവപഞ്ചമ യോഗമാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ പറയുന്ന രാശിക്കാർക്ക് ഇതുവഴി ഒരു ഭാഗ്യത്തിൻ്റെ തിരമാലയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അത്തരത്തിൽ ഈ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന രാശികൾ: ഒന്ന് വൃശ്ചികം രാശി, തുലാം രാശി, ധനുരാശി, കുംഭം രാശി, മീനം രാശി എന്നിവയാണ്. നമുക്ക് വൃശ്ചിക രാശിയിലേക്ക് കടക്കാം. വൃശ്ചിക രാശിക്കാർക്ക് ഏറെ അനുകൂലമായ ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ജോലി മേഖലയിലും ബിസിനസ്സിലും ഒക്കെ പുതിയ സാധ്യതകളും അവസരങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. നേരത്തെ തടസ്സപ്പെട്ടിരുന്ന ഫണ്ടുകളൊക്കെ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലാഭമൊക്കെ ഉയരുകയും ദാമ്പത്യ ബന്ധമൊക്കെ കൂടുതൽ ഹൃദ്യമാകുകയും പ്രണയബന്ധങ്ങളിൽ ഉറപ്പും ഐക്യവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അടുത്തത് തുലാം രാശിയാണ്. ഈ യോഗം തുലാം രാശിക്കാരുടെ കരിയറും സ്ഥാനവും ഒക്കെ ഉയർത്തുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാനക്കയറ്റം ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി നേടാനോ ഒക്കെയുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഫാഷൻ, മീഡിയ, ഡിസൈൻ, കല, വിനോദം തുടങ്ങിയ സൃഷ്ടിപരമായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങളൊക്കെ ലഭിക്കും. കൂടാതെ ഒരു മുതിർന്ന വ്യക്തിയുടെ പിന്തുണയും മാർഗനിർദ്ദേശവും ഒക്കെ ലഭിച്ച് മുന്നേറ്റങ്ങൾക്കുള്ള ഒരു വഴിയൊരുക്കുന്ന സമയം കൂടിയാണ് ഇത്. അടുത്തത് ധനുരാശിയാണ്. ഈ യോഗം ധനുരാശിക്കാർക്ക് നേരിട്ട് അനുകൂല ഫലങ്ങൾ നൽകുകയും ഭാഗ്യമൊക്കെ ഗണ്യമായിട്ട് ഉയരുന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനായിട്ട് കഴിയും. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ലഭിക്കുന്നതിലുള്ള ഒരു സാധ്യതയും ശക്തമായിട്ട് കാണുന്നുണ്ട്. വിദേശ യാത്രകളോ വിദേശത്തു നിന്നുള്ള ധനലാഭങ്ങളോ ഒക്കെ ഉണ്ടാവാം. മത്സര പരീക്ഷകളിലെ അഭിമുഖങ്ങളിലൊക്കെ വിജയ സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട്. അടുത്തത് കുംഭൻ രാശി. ഈ യോഗം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പലതരത്തിലുള്ള അനുകൂല ഫലങ്ങളൊക്കെ നൽകുന്നുണ്ട്. കുടുംബത്തിലും ദാമ്പത്യത്തിലും ഒക്കെ കൂടുതൽ ഐക്യവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുക, മുൻകാലങ്ങളിൽ ചെയ്ത പരിശ്രമങ്ങളുടെ ഫലം ലഭിച്ച് സാമ്പത്തികമായിട്ട് നേട്ടമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ശക്തമായിട്ട് തെളിയുന്നുണ്ട്. ആഡംബര വസ്തുക്കളോ ഒരു പുതിയ വാഹനമോ ഒക്കെ സ്വന്തമാക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും. അടുത്തത് മീനം രാശി. മീനം രാശിക്കാർക്ക് ഈ സമയത്ത് സാമ്പത്തികവും തൊഴിൽപരവുമായിട്ടുള്ള ഒരു വളർച്ച വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് പുരോഗമിക്കുകയും പുതിയ പദ്ധതികളൊക്കെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് കഴിയും. പ്രണയത്തിലും വിവാഹത്തിലും ഒക്കെ എന്താ പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.